ഒന്നും നമ്മൾക്ക് കാണാനും കേൾക്കാനും വയ്യാത്തൊരവസ്ഥയാണ്. ടി വിയുടെ മുമ്പിലിരിക്കാനേ തോന്നണില്ല. കാരണം എന്താണ് ഈ കാണുന്നതെന്നുള്ളൊരു ചിന്ത മനസ്സിന് വല്ലാത്ത വിഷമിപ്പിക്കുക. എല്ലാ ജനങ്ങളുടെയും സ്ഥിതി ഇതാണ്. കാരണം ഇതൊക്കെ നമ്മളുടെ ഒരു ഭാഗമാണ് അല്ലേ? കുട്ടികളായാലും വലിയവരായാലും ഒക്കെ പലതും ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തോ വല്ലാത്തൊരു വിഷമം ഇന്നത്തെ രാവിലെ തൊട്ട്. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഇത് മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അതായത് നമ്മളിപ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിലോ വീടിൻ്റെ അകത്ത് നടക്കുമ്പോഴോ പുറത്തിറങ്ങി ഇപ്പം മിക്കവാറും സ്ഥലത്തൊക്കെ ടൈലിട്ടിട്ടുണ്ടാവും മുറ്റത്ത്. അവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് പൂപ്പായി പിടിച്ചിട്ട് വീഴും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തത് ഞാൻ ആദ്യം കാണിച്ചത് സാൻഡ് പേപ്പറാണ്. സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഏത് ചപ്പലാണോ ഉപയോഗിക്കുന്നത് ആ ചപ്പൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട് കേട്ടോ. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ആരും ഇനി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലയിടത്തും ഇത് തന്നെ. വീണു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രയാസമാണ്. കാരണം വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾക്കൊക്കെ, പ്രായമായവർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അതേ ഇങ്ങനെ അത് കട്ട് ചെയ്യണം. ഇനി അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്യണം. അപ്പോൾ സാൻഡ് പേപ്പറിൻ്റെ സ്മൂത്തായൊരു ഭാഗം ഉണ്ടാവും, റഫായ ഭാഗം ഉണ്ടാവും. റഫായ ഭാഗം പുറത്തേക്കും സ്മൂത്തായ ഭാഗം അകത്തേക്കും വരണം. ആ രീതിയിൽ നമ്മൾ ഒട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്തത് നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഫെവി ബോണ്ട ഉള്ളൂ കേട്ടോ. നിങ്ങൾ നല്ല ഒരു ഗ്ലൂ വാങ്ങിച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. ഇപ്പം ഇന്ന് മഴയാണ്, ഒരിടത്തിലും പോയാൽ ഇത് വാങ്ങിക്കാൻ കിട്ടില്ല. എന്നാൽ ഈ വീഡിയോ ഇടുകയും വേണം. കാരണം ഇതിപ്പോൾ പലർക്കും ഉപകാരമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെരുപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ നടന്ന് ഒട്ടും സ്ലിപ്പ് ചെയ്യില്ല. അപ്പോൾ ഇത് വീട്ടിലിടുന്ന ചപ്പൽ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. അത് പെട്ടെന്നൊന്നും വീഴില്ല. നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ അങ്ങനെ വഴുക്കി വീഴുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിട്ടിട്ട് നടന്നാൽ. അപ്പോൾ ഇത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത് പലർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പലരും ഇപ്പോൾ വീട്ടിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ പ്രായമായവർക്ക് ഇത് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം, അങ്ങനെ ഒട്ടിക്കുക. അത് ഫെവി ബോണ്ട് കൊണ്ടല്ല, നല്ല സ്ട്രോങ് ആയ ബോണ്ട് പശ മേടിച്ചിട്ട് വേണം നമ്മളിത് ഒട്ടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുക കറക്റ്റായിട്ട് കേട്ടോ. ഏത് ചപ്പലായിക്കോട്ടെ അതിനനുസരിച്ച്, അത് ലെതറിൻ്റെ ആണെങ്കിൽ ലെതറിൻ്റെ ഒട്ടുന്ന എന്തുകൊണ്ടാണോ ഒട്ടിക്കാൻ പറ്റണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ സാൻഡ് പേപ്പർ എവിടെ നമ്മൾ ഷോപ്പിൽ ചോദിച്ചാലും കിട്ടുമല്ലോ. ഇപ്പോൾ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ധാരാളം നമുക്ക് ഇപ്പോൾ അടുത്തടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ടാവില്ലേ, അവിടെ ചോദിച്ചാലും നമുക്കത് കിട്ടും. എന്നിട്ട് ഇതൊരു വെയിറ്റ് വയ്ക്കുക അതിൻ്റെ മുകളിൽ. അത് ഒട്ടി കിട്ടണ വരയ്ക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ വെയിറ്റ് വയ്ക്കുക കേട്ടോ. വെയിറ്റ് വെച്ചിട്ട് കുറച്ച് നേരം, ഇപ്പോൾ തണുപ്പല്ലേ അപ്പോൾ വേഗം കൊണ്ട് ഒട്ടില്ല, കുറച്ച് സമയം തന്നെ എടുക്കും. അപ്പം നല്ല ഗ്ലൂ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടൂട്ടാ. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മറ്റേ ചപ്പലും അതേപോലെ കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെരുപ്പ് ഇങ്ങനെ വെച്ചാൽ നമ്മൾ അളവിനനുസരിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയല്ലേ വേണ്ടു. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുക. അപ്പോൾ ഇത് മഴക്കാലത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ വീട്ടിൽ പ്രായമായവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുക, വീണ്ടും അവർക്ക് ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വഴുക്കി വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ വെയിറ്റ് വെച്ച് മറ്റേത് കറക്റ്റായിട്ടുണ്ട് കണ്ട. ഇത് ഇനി കണ്ട ഇതേപോലെ ഒട്ടിക്കിട്ടും, കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ മറ്റേ ചെരുപ്പും ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീഴുന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ടേ വേണ്ട കേട്ടോ. അപ്പോൾ മഴ കഴിയുന്ന വരെ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ വീടിൻ്റെ അകത്ത് നടക്കുമ്പോൾ ഇതിട്ടിട്ട് നടക്കുക, പുറത്ത് നടക്കുമ്പോഴും ഈ ടൈലിൻ്റെ പുറത്തൊക്കെ നടക്കുമ്പോൾ അതിട്ടിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേഗിട്ട് ഇടാനുള്ള കാരണം മഴ പോകുമ്പോഴേക്കും ഇതിട്ട് കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കണത്.
വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. അധികം തണുപ്പിലേക്കൊന്നും പോവാതിരിക്കുക, വഴിക്ക് വീഴാതിരിക്കാൻ നോക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ.